നമസ്കാരം. ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ മുഴുവൻ 4 ചുവരുകൾക്കുള്ളിൽ അടച്ച കോവിഡ് മഹാമാരിക്കാലം നമ്മൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ഒന്നാണ്. കോവിഡിന്റെ അത്ര ഭീകരതയില്ലെങ്കിലും ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിച്ച എംപോക്സ് വൈറസ് ബാധയുടെ വ്യാപനം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന എംപോക്സ് വൈറസ് ബാധ ഇപ്പോൾ അവിടം വിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എംപോക്സ് വൈറസിന്റെ ആദ്യ കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ 26-കാരനാണ് എംപോക്സിന്റെ ക്ലേഡ് 2 വകഭേദം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധ മേഖലയിൽ നിന്ന് എത്തിയ ആൾക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മങ്കി പോക്സിന്റെ വകഭേദമാണ് സ്ഥിരീകരിച്ചതെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. 2022 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കേസിന് സമാനമായ കേസ്. ആഫ്രിക്കൻ ക്ലേഡ് 2 ടൈപ്പ് എംപോക്സ് എന്ന വകഭേദമാണ് വിദേശത്ത് നിന്നെത്തിയ യുവാവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗലക്ഷണം കണ്ടെത്തിയതിന് പിന്നാലെ ഇയാൾ നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാളുടെ നില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ക്ലേഡ് 1 ടൈപ്പ് വൈറസ് അല്ല ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതെന്നും ഇത് ഒറ്റപ്പെട്ട കേസാണെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 2022 ജൂലൈ മുതൽ ഇന്ത്യയിൽ സമാനമായ 30 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന സൂചനകളൊന്നും നിലവിലെ എംപോക്സ് കേസിന് ഇല്ല എന്നും ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കോൺട്രാക്ട് ട്രേസിംഗ്, നിരീക്ഷണം, പൊതുജന ബോധവൽക്കരണം മുതലായ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പനി, തലവേദന, പേശിവേദന, വിറയൽ, നടുവേദന, കഠിനമായ ക്ഷീണം എന്നിവയാണ് മങ്കി പോക്സ് വൈറസ് അണുബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ ചെവിക്ക് പുറകിലോ താടിയെല്ലിന് താഴെയോ കഴുത്തിലോ നരമ്പിലോ വീർത്ത ലിംഫ് നോഡുകൾ പ്രത്യക്ഷപ്പെടാം. മുഖത്തും കൈകളിലും കാലുകളിലും ജനനേന്ദ്രിയങ്ങളിലും കണ്ണുകളിലും ഉൾപ്പെടെ വസൂരിക്ക് സമാനമായ കുമിളകൾ പൊങ്ങും. അണുബാധയേറ്റാൽ ശരാശരി 12 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. ഇത് 21 ദിവസം വരെ നീണ്ടേക്കാം. രോഗലക്ഷണങ്ങളുടെ ദൈർഘ്യം സാധാരണയായി 2 മുതൽ 6 ആഴ്ച വരെയാണ്. വസൂരിക്കെതിരായ വാക്സിനുകൾ തന്നെയാണ് എംപോക്സിനും ഉപയോഗിക്കുന്നത്. 3 മുതൽ 6% വരെയാണ് എംപോക്സ് മരണനിരക്ക്. രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസന തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം, രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംപോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. Where entertainment meets information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.